Hello, dear students. Good morning, all of you. Here we have to discuss the summary of the essay Night Walkers and Mystery Mongers, Sense and Nonsense at the Urge of Science. So, this essay is completely based on scientific aspects, which means science versus pseudoscience, science versus blind beliefs, science versus superstitions, how such a superstitious beliefs affects the human mind, the human life, that we can see nowadays, even our own surroundings. We can see different examples. After reading, after learning this chapter, you will get a beautiful idea about pseudoscience, about superstitions, how or why people believe in that, such kinds of beliefs, which which doesn't have any kind of existence, any kind of authenticity. Okay, so we need to discuss only this summary wise. I'm going to let you know main area, major important points. Then it will be very easy for you to keep the picture of this essay. നമുക്ക് ഈ എസ്സേ നമ്മുടെ ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് വളരെയധികം വാസ്റ്റാണ്. ആ ഒരു സമയത്തുള്ളൊരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് സമ്മറി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്ത് അതിന് എൻഡ് എത്തുമ്പോഴേക്കും ഒരു 5-8 വീഡിയോ നമുക്ക് വേണ്ടി വരും. അപ്പം ആ സമയത്ത് കണക്ഷൻ പോയി പോവും. സോ വി ക്യാൻ ഡീൽ ലൈക്ക് ദിസ്, ആൻഡ് ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് based on this topic, you can close to me, you can ask to me, no problem. Okay, so let us discuss the summary. You can see on the screen, in 2nd century Greece, during the rule of the Roman Emperor Marcus Aurelius, there was a master con named Alexander of Abonicatus. So you can see, 2nd century, okay, 2ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ കാൾ സാഗൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? റോമൻ എംപറർ ഉണ്ടായിരുന്നു, മാർക്കസ് ഒറേലിയസ് എന്നുള്ളൊരു റോമൻ എംപറർ ആ സമയത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഒരു മാന്ത്രികനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദർ വാസ് എ മാസ്റ്റർ ഖാൻ നെയ്മഡ് അലക്സാണ്ടർ ഓഫ് അബോണിറ്റിക്കസ് എന്ന പേരുള്ള ഒരു മാന്ത്രികനുണ്ടായിരുന്നു. ഓക്കെ, he was handsome, clever and totally unscrupulous. ഭയങ്കര സൂത്രശാലിയും ഭയങ്കര ബുദ്ധിമാനും ക്ലവറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിലുപരി ഭയങ്കര സൗന്ദര്യമൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അലക്സാണ്ടർ ഓഫ് അബോണിറ്റിക്കസ്. ഓക്കെ, യു ക്യാൻ സിംപ്ലി കോൾ അലക്സാണ്ടർ. ആ ഒരു ട്രിക്കി നെയിം നമുക്ക് തൽക്കാലം ഒഴിവാക്കാം, അബോണിറ്റിക്കസ് എന്നുള്ള ഒരു ട്രിക്കി നെയിം. സോ യു ക്യാൻ കോൾ സിംപ്ലി അലക്സാണ്ടർ. He went about living on occult pretensions. He rushed into the marketplace naked except for a loincloth. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൽ മീൻസ് അരയിൽ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, മാർക്കറ്റിലോട്ട് ഓടിപ്പോവും. ഓക്കെ, മീൻസ് പെട്ടെന്ന് എന്തോ വെളിപാടൊക്കെ കിട്ടിയ പോലെ, മീൻസ് ഫുൾ ഡ്രസ്സിങ് അല്ലാതെ പകുതി നേക്കഡൊക്കെ ആയിട്ട് അദ്ദേഹം മാർക്കറ്റിലോട്ടൊക്കെ ഓടിപ്പോവാറുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ അദ്ദേഹം മറ്റുള്ളവരുടെ ലൈഫിലോട്ട് മീൻസ് മാന്ത്രിക കാര്യങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ വളരെയധികം മിടുക്കനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ അലക്സാണ്ടർ. ഹി ഹാഡ് എ സിമിറ്റർ ഷേക്കിംഗ് ഹിസ് ലോങ് ലോസ് ഹെയർ. He climbed into a high altar and delivered a long speech. അപ്പോൾ ഈ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടാവും, ഒരു നൈഫ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഹെയർ വളരെ ലോങ് ആണ്, പക്ഷേ ആ ലോങ് ആയിട്ടുള്ള ഹെയർ അദ്ദേഹം ചീകുകയൊന്നും ചെയ്യാറില്ല. അതങ്ങനെ മീൻസ് അലക്ഷ്യമായി പാറി നടന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, മാർക്കറ്റിൽ പ്ലേസ് ചെന്നിട്ട് എന്തെങ്കിലും ഹൈറ്റുള്ള ഒരു സ്ഥലത്തോട്ട് കയറി ചെല്ലും. ഓക്കെ, ഹൈറ്റുള്ള സ്ഥലത്തോട്ട് കയറി ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, പ്രസംഗിക്കാൻ തുടങ്ങും. പ്രിസൈഡിങ് ദ കമ്മിങ് ഓഫ് ന്യൂ ആൻഡ് ഒറാക്കുലർ ഗോഡ്. അദ്ദേഹം പറയുന്ന കാര്യം, ഒരു പുതിയ ദൈവം വരാനുണ്ട്, ആ ദൈവത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഹി ദെൻ റഷ്ഡ് ടു ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ഓഫ് എ ടെമ്പിൾ. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും, തൊട്ടടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിളിലോട്ട് ഓടിച്ചെല്ലും. ദ പീപ്പിൾ വുഡ് ഫോളോ ഹിം. ആ സമയത്ത് ആളുകളെല്ലാവരും അദ്ദേഹത്തെ പിന്തുടരും. There he discovered
a gauze egg in which there was a baby snake. ഒരു ഗോസ് എഗ് അദ്ദേഹം അവിടെ കാണുകയാണ്. ഓക്കെ, ഗോസിൻ്റെ ഒരു എഗ്ഗ് അവിടെ അദ്ദേഹം കാണുകയാണ് ആ ഒരു ക്ഷേത്രത്തിൽ. അപ്പോൾ അതിൻ്റെ പുറമെ ഒരു ചെറിയ പാമ്പിൻ്റെ കുട്ടി എന്തുണ്ട്, ആ ഒരു എഗ്ഗിൻ്റെ പുറമെ ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. ഓക്കെ, ഹി ഹിംസെൽഫ് ആൻഡ് ബറീഡ് ദിസ് തിങ് ഏർലിയർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അദ്ദേഹം മാന്ത്രികനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം. പക്ഷേ അദ്ദേഹം തന്നെ തലേന്നോ അതിൻ്റെ മുമ്പത്തെ ദിവസമോ ആ ഒരു എഗ്ഗ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പാമ്പിൻ കുട്ടിയെയും അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് ദ എഗ് ഹി വുഡ് സേ ദ ബേബി സ്നേക്ക് ഈസ് ദ ന്യൂ ഗോഡ്. ഓക്കെ, അങ്ങനെ ഒരു പാമ്പ് അതിനെ ചുറ്റി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സമയത്ത് അദ്ദേഹം എഗ്ഗ് ഓപ്പൺ ആക്കാണ്, ആ ഒരു എഗ്ഗ് അദ്ദേഹം പൊളിച്ചെടുക്കാന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പാമ്പിൻ്റെ ചെറിയൊരു കുട്ടി കൂടി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഇതാണ് പുതിയ ദൈവം, ഈ പാമ്പിൻ്റെ കുട്ടിയാണ് ഞാൻ നേരത്തെ പ്രവചിച്ച പുതിയ ദൈവം എന്നുള്ളത് അദ്ദേഹം പറയാണ്. Then he would go to his house for a few days. Later he would be seen entwined with a large serpent. He would say this serpent was the one he got earlier from the egg. It had grown. ആ ഒരു പാമ്പിൻ കുട്ടിയെ എടുത്തിട്ട് അദ്ദേഹം വീട്ടിലോട്ട് പോവാണ്. പിന്നെ അദ്ദേഹത്തെ ആരും കാണുന്നില്ല, കുറച്ച് ദിവസം അദ്ദേഹത്തെ ആരും കാണുന്നില്ല, അദ്ദേഹം പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. ഓക്കെ, അദ്ദേഹം ആളുകളെ വിശ്വസിപ്പിക്കുകയാണ് താനൊരു മാന്ത്രികനാണ്, തനിക്ക് അമാനുഷിക ശക്തികളുണ്ടെന്ന്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആളുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ചുമലിലൂടെ ഒരു വലിയ സർപ്പം ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന സർപ്പവുമായിട്ടാണ് അദ്ദേഹം മാർക്കറ്റിലോട്ട് ഇറങ്ങി വരുന്നത്, ടൗണിലോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹം ആളുകളോട് പറയുന്ന മറുപടി, അന്ന് കിട്ടിയിട്ടുള്ള ആ മുട്ട, ആ ഒരു എഗ്ഗ്, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ആ പാമ്പിൻ്റെ കുട്ടിയായിരുന്നു ഇത് വലുതായി വളർന്ന് വലുതായി എന്ന് അദ്ദേഹം പറയാണ്. ഓക്കെ, the serpent was a large and docile one which he had got for this purpose from Macedonia. അപ്പോൾ അദ്ദേഹം തന്നെ ഈ വലിയ പാമ്പിനെ മെസിഡോണിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം തന്നെ ഷോൾഡറിലിട്ടിട്ട് ആ പാമ്പിൻ്റെ കുട്ടി വലുതായതാണ്, ഇത്ര ദൈവമായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് വലുതായി എന്ന് അദ്ദേഹം പറയാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത പണി എന്താ വെച്ചാൽ, ഇത് മെസിഡോണിയ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു തരം പാമ്പ്, ഈ പാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ദ സെർപ്പന്റ് വാസ് ലാർജ്, വളരെയധികം വലിയൊരു പാമ്പായിരുന്നു. പക്ഷേ ഡൊസൈൽ വൺ വിച്ച് വി ഹാഡ് ഗോട്ട്. പക്ഷേ ഡൊസൈൽ മീൻസ് എപ്പോഴും ഉറക്കം തൂങ്ങി, അങ്ങനെ ഒരു എനർജി ഇല്ലാത്തൊരു പാമ്പായിരുന്നു. മീൻസ് ആളുകളെ വല്ലാതെ ഉപദ്രവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സർപ്പം. It was outfitted with a linen head of somewhat human face. അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ ചെയ്യുന്നൊരു പണി എന്താ വെച്ചാൽ, ഈ പാമ്പിൻ്റെ തലയ്ക്ക് അദ്ദേഹം ഒരു ലിനൻ ക്ലോത്ത് കൊണ്ട് മനുഷ്യൻ്റെ ഫേസ് പോലെയുള്ള ഒരു ആകൃതിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാമ്പിൻ്റെ തലയിലൂടെ അദ്ദേഹം വെച്ചെടുത്തു. മീൻസ് ആളുകൾ കണ്ടാൽ ഇതിനെന്തോ ശക്തിയൊക്കെ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ചില സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ചില ആളുകളെയൊക്കെ കാണുമ്പോൾ ചില അപ്പിയറൻസ് നമുക്ക് ഒരു അമാനുഷികത തോന്നിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ദ റൂം വാസ് ഡിംലി lit because of the huge crowd. Nobody could stay for long or inspect the serpent carefully. അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ വലിയ സംഭവമായിട്ട് വരികയാണ്. ആളുകളെയൊക്കെ പറ്റിച്ച് അദ്ദേഹം പാമ്പിനെയൊക്കെ തോളിലിട്ട് ഇങ്ങനെ ഒരു റൂമിലിരിക്കുകയാണ്. ആ റൂം വളരെയധികം ലൈറ്റ് കുറവാണ്, ഡിംലി ലൈറ്റാണ്, വളരെയധികം ഡിമ്മായിട്ടുള്ള അരണ്ട വെളിച്ചമുള്ള റൂമാണത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അദ്ദേഹത്തെ ശരിക്കും കാണാനോ ആ ഒരു സർപ്പത്തെ ശരിക്കും ഒന്ന് നോക്കി മനസ്സിലാക്കാനോ അതിനെ നിരീക്ഷിക്കാനോ അങ്ങനെയൊന്നും കഴിയുന്നില്ല. കാരണം ഭയങ്കര ക്രൗഡാണ് അവിടെ, ആൾക്കൂട്ടം നിറഞ്ഞിട്ട് ആളുകൾക്ക് എടുത്തു പോകാൻ പറ്റുന്നില്ല. ദ ഒപ്പീനിയൻ ഓഫ് ദ ക്രൗഡ് വാസ് ദാറ്റ് ദ സീർ ഹാഡ് ഇൻഡീഡ് ഡെലിവേർഡ് എ ഗോഡ്. അപ്പോൾ ആളുകൾ പറയുന്നതാണ്, ഈ മാന്ത്രികൻ അലക്സാണ്ടർ ഓഫ് അപ്പോണിക്കറ്റസ് അദ്ദേഹം പുതിയൊരു ദൈവത്തെ ഞങ്ങൾക്ക് തന്നു എന്ന് പറയുന്നിട്ട് ആളുകൾ അങ്ങനെ അത് വിശ്വസിച്ച് ആളുകൾ അങ്ങനെ നടക്കുകയാണ്. അലക്സാണ്ടർ then would say the snake would answer written questions delivered in sealed envelopes. അപ്പോൾ അലക്സാണ്ടർ ആളുകളോട് പറയാണ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കവറിൽ ആക്കിയിട്ട് ഒരു ലെറ്റർ ആക്കിയിട്ട് അതിനെ സീല് വെച്ചിട്ട് എന്ത് ചെയ്യുക, എനിക്ക് തരിക. സീല് വെക്കുക മീൻസ് അത് ഞാൻ പൊട്ടിച്ച് വായിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങളത് സീല് വെക്കുക, എന്നിട്ട് എനിക്ക് തരിക. ഓക്കെ, സീൽഡ് ചെയ്ത് കണ്ട് തരിക. വെൻ alone he would lift off the seal, read the message, remake the envelope and attach a response. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താ,
ആളുകളോട് ഇങ്ങനെ കവർ കൊണ്ടുവന്നിട്ട് വെക്കാൻ പറയും. അതിൽ ആളുകളുടെ ഡൗട്ടും സംശയങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവും. സീല് വെച്ചിട്ടുണ്ട് ആ കവറിന്. ആളുകളൊക്കെ പോയതിന് ശേഷം അദ്ദേഹം പതിയെ ആ സീല് എടുത്ത് മാറ്റിയിട്ട് പതിയെ അതെന്ത് ചെയ്യും, അതിനകത്തുള്ള കാര്യം എന്താണെന്ന് വായിക്കും, മെസ്സേജ് എന്താണെന്ന് വായിക്കും. അതിന് ഈ സർപ്പം ഒരു റിപ്ലൈ തരികയാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് റിപ്ലൈ തരികയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യും, അതിനകത്തൊരു റെസ്പോൺസ് അദ്ദേഹം തന്നെ എഴുതിയിട്ട് വെക്കും. ഓക്കെ, അങ്ങനെ അദ്ദേഹം തന്നെ അത് തിരിച്ച് സീൽ ചെയ്യും. എന്നിട്ട് പിറ്റേന്ന് ആളുകൾ വരുന്ന സമയത്ത് നിങ്ങളുടേത് എടുത്ത് നോക്കൂ, അതിൽ ദൈവത്തിൻ്റെ മറുപടി ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആളുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ മറുപടി കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അലക്സാണ്ടർ ചെയ്യുന്ന ജോലിയാണെന്ന് ആരും അറിയുന്നില്ല. പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ എംപയർ ഫ്ലോക്ക്ഡ് ടു സീ ദിസ് വണ്ടർ, ആൻ ഒറാക്കുലർ സർപ്പൻറ്റ് വിത്ത് ഹെഡ് ഓഫ് എ മാൻ. അപ്പോൾ ആളുകൾ ആകെ അത്ഭുതപ്പെടുകയാണ്. ഭയങ്കരമായിട്ട് ക്രൗഡ് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് അദ്ദേഹം പ്രശസ്തിയിലോട്ട് പോവാണ് അലക്സാണ്ടർ. ആളുകൾ ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു സെർപ്പൻറ്റ്, ഒരു സർപ്പം, ഒരു പാമ്പ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒരു തലയോട് കൂടിയിട്ടുള്ളൊരു പാമ്പാണത്. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു, ആളുകൾ അങ്ങനെ കാണുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരു ക്ലോത്ത് കൊണ്ട് അതിനൊരു മനുഷ്യൻ്റെ തലയുടെ രൂപം നിർമ്മിച്ചിട്ട് അതിൻ്റെ തലയിൽ വെച്ചുകയാണ്. ഓക്കെ, വെർ ദ ഗോഡ് വാസ് ആംബിഗസ് ഓർ റോങ്, അലക്സാണ്ടർ ഹാഡ് എ സിമ്പിൾ സൊല്യൂഷൻ. ചില സമയങ്ങളിൽ സീല് പൊട്ടിച്ച് വായിക്കുന്ന സമയത്ത് നമ്മുടെ ആൻസറുകൾ തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മീൻസ് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അലക്സാണ്ടറിനെ എഴുതി വെക്കുന്നതാണ്. പക്ഷേ ഈവൻ ദോ ഇഫ് ഹീ ഗോട്ട് എനി മിസ്റ്റേക്ക്, അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് അതിൽ വന്നാൽ അദ്ദേഹം എന്താ ചെയ്യാറ്, അലക്സാണ്ടർ ഹാഡ് എ സിമ്പിൾ സൊല്യൂഷൻ. അദ്ദേഹത്തിനൊരു സൊല്യൂഷനുണ്ട്. എന്താ അദ്ദേഹം ചെയ്യാറ്, ഹി ആൾട്ടേർഡ് ഹിസ് റെക്കോർഡ് ഓഫ് ദ റെസ്പോൺസ് ഗിവൻ. അദ്ദേഹം എന്ത് ചെയ്യും, അത് മാറ്റി സ്ഥാപിക്കും. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തട്ടിയൊപ്പിച്ച് അദ്ദേഹം മാറ്റി പറയും. ഓക്കെ, ഇഫ് എ റിച്ച് മാൻ ഓർ വുമൻ റിവീൽഡ് സം വീക്ക്നെസ് ഓർ സീക്രട്ട്, ഹി എക്സ്ട്രോക്റ്റഡ് മണി ഫ്രം ദം. അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആളുകൾ, ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ എന്ത് ചെയ്യും, അവരെ പരമാവധി പിഴിഞ്ഞെടുക്കും. നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ പരമാവധി അവരെ പിഴിഞ്ഞെടുക്കും. അത് വേണം, ഇത് വേണം, അതിന് എത്ര ക്യാഷ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് യു കൻ സീ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നമ്മുടെ സറൗണ്ടിങ്സിൽ പോലും, നമ്മുടെ കേരള കൾച്ചറിൽ പോലും ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ്, അന്ധവിശ്വാസങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് ഓൾ ദിസ് ഹി ഗോട്ട് എ ലോട്ട് ഓഫ് മണി എവറി ഇയർ. അങ്ങനെ നമ്മുടെ അലക്സാണ്ടറിന് ഒരുപാട് പണം കിട്ടുകയാണ്. ഹി ആൾസോ ഏൺഡ് എ ഹ്യൂജ് നെയിം. അങ്ങനെ അലക്സാണ്ടറിന് ഒരുപാട് ഫേമസ് കിട്ടുകയാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് പേരെടുക്കുകയാണ് ആ നാട്ടിൽ, തൊട്ടടുത്ത നാട്ടിലും ആ ഒരു നാട്ടിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പേരെടുക്കുകയാണ് അവർ നമ്മുടെ അലക്സാണ്ടർ. ഓക്കെ, we may smile at Alexander, the oracle monger. We all want to know our future and contact God. നമ്മുടെ ഈ ഒരു പാരഗ്രാഫിലോട്ട് വരുന്ന സമയത്ത് കാൾ സാഗൻ പറയുന്നത് റീഡേഴ്സിനോടാണ്, നമ്മളോട് പറയാണ്. വി മേ സ്മൈൽ അറ്റ് അലക്സാണ്ടർ. അലക്സാണ്ടറിനെ നോക്കി നമ്മൾ ഈ കാലത്ത് ചിലപ്പം ചിരിച്ചിരിക്കാം, നമ്മൾ ചിരിക്കും, നമുക്ക് ചിരി തോന്നുന്നുണ്ടാവും. കാരണം ഇക്കാലത്ത് അങ്ങനെയുള്ളതൊന്നും പോസിബിൾ അല്ല. ഓക്കെ, ദ ഒറാക്കിൾ മോങ്കർ, മാന്ത്രിക ശക്തിയുള്ള മാന്ത്രിക വിദ്യക്കാരനായ അലക്സാണ്ടറെ നോക്കി നമ്മൾ ചിരിച്ചിരിക്കാം. ഓക്കെ, വി ആൾ വാണ്ട് ടു നോ അവർ ഫ്യൂച്ചർ ആൻഡ് കോണ്ടാക്ട് ഗോഡ്, ബട്ട് വി കാൻറ്റ് ബി ചീറ്റഡ് ആസ് അലക്സാണ്ടർ ഡിഡ്. ബട്ട് ആർ വി ഷ്യൂർ? കാൾ സാഗൻ നമ്മളോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കെല്ലാവർക്കും എന്ത് അറിയണം, ദൈവം എന്താണെന്ന് അറിയണം, ദൈവത്തോടുള്ള കണക്ഷൻ എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് അറിയണം, നമ്മുടെ ഭാവിയെ പറ്റി എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. അലക്സാണ്ടർ ആളുകളെ പറ്റിച്ച പോലെ നമ്മളെ ആരും പറ്റിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. ബട്ട് ആർ വി ഷുവർ? അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഷുവറാണോ, നിങ്ങൾ പറ്റിക്കപ്പെടുകയില്ല എന്നത് നിങ്ങൾക്ക് ഷുവറാണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാൾ സാഗൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, റീഡേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ഒരു റെഫറൻസ് പറയുന്നുണ്ട് ഇവിടെ, ഒരു ആളുടെ സംഭവ കഥ പറയാണ്. എം ലമാർക്കീൻ spent 30 years of spiritualist medium. അപ്പോൾ എം ലമാർക്കീൻ എന്നുള്ള ഒരു വ്യക്തി 13 വർഷം ആത്മീയ പാതകളിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ചെലവഴിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹി വാസ് പാസ്റ്റർ ഓഫ് ന്യൂ ഏജ് അസംബ്ലി ചർച്ച് ഇൻ ടാംബ, എ ട്രസ്റ്റി ഓഫ് ദ യൂണിവേഴ്സൽ സ്പിരിച്വൽ അസോസിയേഷൻ. അപ്പോൾ ഇദ്ദേഹം ലാമർക്കീൻ എന്നുള്ള വ്യക്തി പാസ്റ്ററൊക്കെ ആയിരുന്നു ഇവിടെ ന്യൂ ഏജ് അസംബ്ലി ചർച്ച്, അവിടെ പാസ്റ്ററൊക്കെ ആയിരുന്നു.
ഓക്കെ, യൂണിവേഴ്സൽ സ്പിരിച്വൽ അസോസിയേഷൻ്റെ കീഴിലുള്ള ഒരു ചർച്ചാണത്. ആൻഡ് ഫോർ മെനി ഇയേഴ്സ് എ ലീഡിംഗ് ഫിഗർ ഇൻ ദ മെയിൻ സ്ട്രീം ഓഫ് ദ അമേരിക്കൻ സ്പിരിച്വലിസ്റ്റ് മൂവ്മെൻറ്റ്. അതുപോലെ അമേരിക്കൻ സ്പിരിച്വലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും മുഖ്യധാരയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു എം ലമാർക്കീൻ. ഹീസ് എ സെൽഫ് കൺഫസ്ഡ് ഫ്രോഡ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? സെൽഫ് കൺഫസ്ഡ് ചെയ്തു. മീൻസ് എല്ലാ ആളുകളോട് തുറന്നു പറഞ്ഞു ഇതെല്ലാം ഫേക്കാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു പുതിയ മൂവി ട്രാൻസ് അല്ലേ, ട്രാൻസ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട്, ക്രിസ്ത്യൻസിനിടയിലുള്ള സൂപ്പർസ്റ്റിഷ്യൻസിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അതിന് ഭയങ്കരമായിട്ട് വിവാദമായിട്ടുള്ളൊരു അങ്ങനെ ഒരു മൂവിയാണത്. സോ അതിൽ കണ്ടാൽ നിങ്ങൾക്ക് പാസ്റ്റാവും ഈ പാസ്റ്റർ എന്നുള്ള ഒരു സംഭവമൊക്കെ മീൻസ് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ആക്ച്വലി ഈ മാന്ത്രികന്മാർ ചെയ്യുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് ഓൾ സ്പിരിറ്റ് റീഡിങ്സ്, seances and mediumist message from the dead are deceptions exploiting our love for the dead. അപ്പോൾ നമ്മുടെ ലമാർക്കീൻ ആളുകളോട് തുറന്നു പറഞ്ഞു ഇതെല്ലാം തട്ടിപ്പാണ്, ഞാൻ കൺഫസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ഫ്രോഡിങ് കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ആക്ച്വലി എന്താണ് ആത്മീയ പാതയിൽ ഉണ്ട്, എല്ലാവരും അതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളോട് പാസ്റ്റേഴ്സ് സംവദിക്കുന്നത് പോലെ അഭിനയിക്കുന്നതൊക്കെ അതൊക്കെ മീൻസ് അട്ടർ ചീറ്റിംഗ്, ശുദ്ധമായിട്ടുള്ള പറ്റിക്കലാണെന്ന് നമ്മൾ പറയില്ലേ. ഓക്കെ, അതുപോലെ എക്സ്പ്ലോയിറ്റിംഗ് അവർ ലവ് ഫോർ ദ ഡെഡ്, പിന്നെ ഈ മരണപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന പോലെ അഭിനയിച്ച് ആളുകളെ പറ്റിക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ആക്ച്വലി അവിടെയൊക്കെ ഈ മാന്ത്രികന്മാർ, അലക്സാണ്ടർ പോലെയുള്ള മാന്ത്രികന്മാർ ചെയ്യുന്നത് എന്താ? ആളുകളുടെ മരിച്ചവരോട് നമ്മൾക്കൊരു സ്നേഹമുണ്ടാവും, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള മാന്ത്രികന്മാർ ചെയ്യുന്നത്. കീൻ ലൈക്ക് അലക്സാണ്ടർ gave answers to the questions in sealed envelopes publicly from the pulpit. അപ്പോൾ നമ്മുടെ അലക്സാണ്ടറിനെ പോലെ തന്നെ ഈ നമ്മുടെ ലമാർക്കീനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പബ്ലിക് പൊതുവേദികളിൽ വെച്ചിട്ട് സീൽ ചെയ്തിട്ടുള്ള കത്തുകൾ, അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാനല്ല ആൻസർ പറയുന്നത്, എന്നിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആൻസർ പറയുന്നുണ്ടായിരുന്നു. ഹി വ്യൂഡ് ദ കണ്ടൻസ് വിത്ത് എ കൺസീൽഡ് ബ്രൈറ്റ് ലാമ്പ് ഓർ ബൈ smearing lighter fluid which makes the envelopes momentarily transparent. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്നൊരു പണി എന്താ? നമ്മുടെ ലമാർക്കീൻ ഈ കത്തിൻ്റെ കവറുകൾക്ക് പിറകിൽ അല്ലെങ്കിൽ അതിമേ ചെറിയൊരു ലൈറ്റ് കൊടുക്കും. അപ്പോൾ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു വെളിച്ചം അതിൽ വരും. അപ്പോൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതിലെന്തോ ഒരു ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ആ ഒരു കത്തിനകത്തുള്ള കാര്യം അദ്ദേഹത്തിന് മീൻസ് അദ്ദേഹത്തിന് അത് പ്രത്യക്ഷമായിട്ട് കാണാണ്, മറയില്ലാതെ കാണാണ്. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യും? ഒരു തരം ഫ്ലൂയിഡ് ദ്രാവകം ഉപയോഗിച്ചിട്ട് അതിമേ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതിനെ ആക്ച്വലി എന്ത് ചെയ്യും? അദ്ദേഹം ഒരു തെളിമയുള്ളതാക്കിയിട്ട് മാറ്റിയിട്ട് അത് വായിക്കും. ഓക്കെ, അപ്പോൾ ആളുകൾ ഇത് വിശ്വസിച്ചിരുന്നത് അതിൽ ലൈറ്റ് വരുന്നതിന് കാരണം ഡിവൈൻ പവറാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഹി വുഡ് ഫൈൻഡ് ലോസ്റ്റ് ഒബ്ജക്ട്സ്. നമ്മുടെ ലമാർക്കീൻ എന്ത് ചെയ്യുമായിരുന്നു? ലോസ്റ്റ് ഒബ്ജക്ട്സ്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വസ്തുക്കളൊക്കെ അങ്ങനെ കണ്ടെത്തുമായിരുന്നു. പ്രസൻറ്റ് പീപ്പിൾ വിത്ത് astounding revelations about their private lives. അങ്ങനെ ആളുകളോട് എന്തിനെക്കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു? പ്രൈവറ്റ് ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു. കമ്മ്യൂൺ വിത്ത് ദ സ്പിരിറ്റ്സ് ഓൾ. അതുപോലെ ദൈവത്തോട് മീൻസ് ആത്മാക്കളോട് പൊതുവേദികളിൽ വെച്ച് ആര് സംവദിക്കുമായിരുന്നു? ലമാർക്കീൻ സംവദിക്കുമായിരുന്നു. ഇതെല്ലാം ആക്ടിങ് ആട്ടോ, ഇതെല്ലാം അഭിനയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓൾ യൂസിങ് സിമ്പിൾ ട്രിക്സ് അല്ലോ, ഉണ്ടോ? സിമ്പിൾ ട്രിക്സ് യൂസ് ചെയ്തിട്ട് ഇദ്ദേഹം ആക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവരൊക്കെ പറഞ്ഞത്. ഹിസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പീപ്പിൾ മേക്ക് ദ ഫ്രോഡ് സക്സസ്ഫുൾ. ഇപ്പം ഇങ്ങനെയുള്ള മാന്ത്രികന്മാരുടെ അല്ലെങ്കിൽ ഫ്രോഡുകളുടെ വിജയം എന്താണ്? ഒന്ന് അവരുടെ ആത്മവിശ്വാസം, അത് അവരുടെ മീൻസ് ഈ ഫ്രോഡുകളായിട്ടുള്ള അല്ലെങ്കിൽ പറ്റിക്കാൻ നടക്കുന്ന മന്ത്രവാദിയാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന അവരുടെ കോൺഫിഡൻസ് അപാരമാണ്. അതാണ് അവരുടെ ഒരു വിജയം. മറ്റൊരു വിജയമോ ക്രെഡിബിലിറ്റി ഓഫ് ദ പീപ്പിൾ. ആളുകൾ പെട്ടെന്ന് അവരിൽ വിശ്വസിച്ച് പോവാണ്. അതും മറ്റൊരു തരത്തിൽ അവരുടെ വിജയത്തിന് കാരണമാണ്. ദ ഫ്രോഡ്സ് ഈവൻ കളക്ട് ഡാറ്റ ഓൺ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്സ് ടു മേക്ക് ദിയർ പ്രഡിക്ഷൻസ് മോർ അസ്റ്റോണിഷിങ്. ചില ആളുകൾ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഡാറ്റാസും
ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ വരുമ്പോൾ അവരുടെ മുമ്പിൽ അവരുടെ തന്നെ ഡാറ്റാസ് ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് അവരാകെ അത്ഭുതപ്പെടും, ഇയാൾക്ക് ഇത്രയൊക്കെ പവറുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതെല്ലാം ഇവർ മുമ്പ് മനസ്സിലാക്കി അറിഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മളോട് പറയണം, അത് നമ്മൾ അറിയുന്നില്ല. കണ്ടോ? അപ്പോൾ ആളുകളെ പറ്റിക്കുന്ന പല രീതി, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. അതിൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സയൻസിന് എന്താണ് ഇതിൽ റെലവൻസ് എന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കിൻ ആൾസോ മേഡ് എ ലോട്ട് ഓഫ് മണി. നമ്മുടെ അലക്സാണ്ടർ ഉണ്ടാക്കിയ പോലെ ഒരുപാട് പണവും ഒരുപാട് പേരും ഒക്കെ ആരുണ്ടാക്കിയിരുന്നു? ലമാർക്കീനും ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞു. ഓക്കെ, ഫ്രം അലക്സാണ്ടേഴ്സ് ടൈം up to now, people have been making money by pretending they have occult knowledge. അലക്സാണ്ടർ മാന്ത്രികൻ, അദ്ദേഹത്തിൻ്റെ കാലം മുതൽ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ പണം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? അഭിനയിച്ചുകൊണ്ട്. ദൈവം എന്നിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ദൈവം എനിക്ക് അറിവ് തരുന്നുണ്ട് എന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ച് പണം ഇപ്പോഴും ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. സം ഓഫ് ദ മോസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി bamboozles can be read in the book Extraordinary Popular Delusions and Madness of Crowd. അപ്പോൾ ഇവിടെ ഒരു ബുക്ക് ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്ത ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രാ ഓർഡിനറി പോപ്പുലർ ഡെലൂഷൻസ് ആൻഡ് മാഡ്നസ് ഓഫ് ക്രൗഡ്സ്. 1852 എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? ചാൾസ് മെക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഒരുപാട് എക്സാമ്പിൾസ്, ഒരുപാട് ഇൻസിഡൻസ്, ഇങ്ങനെ ആളുകൾ പറ്റിക്കപ്പെട്ടതിൻ്റെ ഒരുപാട് ഇൻസിഡൻസ് അദ്ദേഹം പറയുന്നുണ്ട്. ഹി ഡിസ്കസ്ഡ് ആൽക്കമി അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ആൽക്കമി മീൻസ് രസവാദി എന്നൊക്കെ പറയും. നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കുക, ബേസ് മെറ്റൽ സ്വർണ്ണത്തിലോട്ട് മാറ്റിയെടുത്തിട്ട് അത് മന്ത്രവാദമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സയൻസ് ആണ് ആക്ച്വലി, പക്ഷേ അതിലോട്ട് മന്ത്രവാദത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആൽക്കമി. പ്രൊഫസി, അതുപോലെ പ്രവചനങ്ങൾ നടത്തുക. ഫെയ്ത്ത് ഹീലിംഗ് നിങ്ങൾക്കറിയാലോ, വിശ്വാസം കൊണ്ട് ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുക. ഹോണ്ടഡ് ഹൗസസ്, പ്രേതബാധയുള്ള വീടുകൾ ചെന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഒഴിപ്പിക്കുക. ക്രിസ്യൂഡസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഓൺ ദ ഹെയർ ആൻഡ് ബേർഡ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ചെയ്തതിൻ്റെ എക്സാമ്പിൾസ് ഈ ചാൾസ് മേക്ക എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നമുക്ക് കാണാം. പിന്നെയോ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ഓൺ ദ ഹെയർ ആൻഡ് ബേർഡ്. താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു മന്ത്രവാദിയുടെ ലുക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അപ്പിയറൻസ് കൊണ്ടുവരിക പൊതുസമൂഹത്തിന് മുമ്പിൽ. Okay, after reading such books, we start thinking what the present versions of cheating are. Even today, frauds thrive. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്, അന്നത്തെ ചീറ്റിംഗ് വേർഷൻ അങ്ങനെയായിരുന്നു, പക്ഷേ ഇന്ന് കാലത്ത് എങ്ങനെയാണ് ചീറ്റിങ്ങിൻ്റെ വേർഷൻ ഉള്ളത് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഈവൻ ടുഡേ ഫ്രോഡ്സ് ത്രൈവ്. ഇന്നും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാം, ഇങ്ങനെയുള്ള ഫ്രോഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മന്ത്രവാദികൾ എന്ത് ചെയ്യുന്നുണ്ട്? തഴച്ച് വളരുന്നുണ്ട്. അവർ ഇപ്പോഴും അവർക്ക് നല്ല രീതിയിൽ എന്തുണ്ട്? അവർക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ലോകം ഇത്രയും ഡെവലപ്പായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാൾ സാഗൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഒരു ബുക്ക് പറയുന്നുണ്ട്, ചാൾസ് മെക്കയുടെ ഒരു ബുക്കാണ് ഇവിടെ ഒരു റെഫറൻസ് വരുന്നത്. പിന്നെ നമ്മുടെ സെഞ്ച്വറി, ഏത് സെഞ്ച്വറി വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2nd സെഞ്ച്വറി, 2-ാം നൂറ്റാണ്ട് റോമൻ സാമ്രാജ്യം, ഗ്രീസിന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അലക്സാണ്ടർ ഓഫ് ബോണിറ്റിക്കസ് എന്നുള്ള ആളെ പറയുന്നുണ്ട്. അതുപോലെ ഒരു കിങ് ആ സമയത്ത് റോം ഭരിച്ചിരുന്ന ആളെയും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കീ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യും? റിവിഷനിലോട്ട് പോകും. റിവിഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ എക്സാമിനോട് അനുബന്ധിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ കഴിയും. എനിവേ, താങ്ക്സ് ഫോർ നൗ ആൻഡ് വി ക്യാൻ മീറ്റ് ഫോർ another video presentation. Okay, stay safe. Thank you.